ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ അഭിജിത്ത് ജിദ്കെ പുറത്തേക്ക് വരുമെന്നാണ് വിവരം. ബൽറാം നെടുങ്ങാട് ഡൽഹി എയർപോർട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. ബൽറാം, ഏതാനും നിമിഷങ്ങൾക്കകം അഭിജിത്ത് പുറത്തേക്ക് വരും എന്നാണല്ലോ വിവരം. അഭിജിത്ത് ദീപ്കെ അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തേക്ക് വരും എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ 6-ാം നമ്പർ ഗേറ്റിന് തൊട്ടടുത്തായി തന്നെ അഭിജിത്തും സംഘവും ഉണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന CJP നേതാക്കൾ, മറ്റ് ആക്ടിവിസ്റ്റുകൾ, കൂടാതെ അവരുടെ അഭിഭാഷകർ എന്നിവർ ഡൽഹി പോലീസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഒരു ആൾക്കൂട്ടം ഗേറ്റിനകത്ത്. ആ ഒരു കൂട്ടത്തിൽ അഭിജിത്ത് ദീപ്കെയും ഉണ്ട്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ നിന്നും ജന്തർ മന്ദിറിലേക്കുള്ള, പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഡൽഹി പോലീസ് അധികൃതരുമായി സംസാരിക്കുകയാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കെയും സംഘവും. അല്പസമയത്തിനകം തന്നെ അഭിജിത്ത് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ നേരത്തെ തന്നെ ഈ വിമാനത്താവളത്തിൽ എത്തി ഈ അഭിജിത്തിനെ കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങൾ, ഒപ്പം തന്നെ ഈ ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഉറപ്പാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത്. അദ്ദേഹത്തെ 7:21 ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനത്തിൽ ഇറങ്ങിയത്. തുടർന്ന് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി പുറത്തേക്ക് വരികയാണ്. അതിനിടെയാണ് ഈ തുടർന്നുള്ള യാത്ര, സമരം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അഭിജിത്ത് ദീപ്കെയുടെ അഭിഭാഷകരും പോലീസും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ ഈ സംഘം പുറത്തേക്ക് ഇറങ്ങും. അഭിജിത്ത് എപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം രാജ്യം ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് CJP എന്ന പാർട്ടിയിലൂടെ, എന്ന കൂട്ടായ്മയിലൂടെ ഉണ്ടായത്. ആ ഒരു കൂട്ടായ്മ, അവരുടെ ആദ്യ പരിപാടി അതാണ് ഇപ്പോൾ ഇന്ന് ഡൽഹിയിൽ നടക്കാൻ ഒരുങ്ങുന്നത്. അതിന് നേതൃത്വം നൽകുന്നതിനായി ലണ്ടനിൽ നിന്നും അഭിജിത്ത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം, അല്ലെങ്കിൽ ഏത് നിമിഷവും വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് എല്ലാവരും തന്നെ, മാധ്യമങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അപൂർവം കുറച്ചുപേർ ഡൽഹി വിമാനത്താവളത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരടക്കമുള്ളവർ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ്. തീർത്തും സമാധാനപരമായ ഒരു പ്രതിഷേധം തന്നെയാണ് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതുവരെയും ഡൽഹി വിമാനത്താവളത്തിൽ പരിസരത്തും തീർത്തും സമാധാനപരമായ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. കനത്ത ക്രമീകരണങ്ങൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പ്രതിഷേധത്തെ നേരിടാൻ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എത്ര പേർ, ആരൊക്കെ ഇതിൽ പങ്കെടുക്കും എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും സംഘാടകർക്ക് പോലും നൽകാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം തന്നെയാണ്. ഡൽഹി പോലീസ് ന്യൂഡൽഹി ജില്ലയെ 12 സോണുകളാക്കി തിരിച്ച് ഓരോ DCPക്കും ചുമതല നൽകി. കൂടാതെ ഏതാണ്ട് 950 CA റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക ഡ്യൂട്ടിക്കായി ഇന്നത്തേക്ക് മാത്രമായി ഈ പ്രതിഷേധത്തോടനുബന്ധിച്ച് വിന്യസിച്ചിരിക്കുന്നത്. ഡ്രോൺ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ അതിരുവിടാതിരിക്കാൻ, അങ്ങനെ അതിരുവിട്ടാൽ പോലും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നിവരുടെ വസതികൾക്ക് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്തും സമാധാനപരമായ പ്രതിഷേധം, അതിനാണ് ഈ CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ പുറമേ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ വലിയ പങ്കാളിത്തം ഈ ഒരു പ്രതിഷേധത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഞ്ചാബിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിന്റെ ഭാഗമാകും എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ ജമ്മു കശ്മീരിൽ നിന്നുള്ള ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്, അദ്ദേഹം ഈ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിരവധി പേരും ഈ ഒരു പ്രതിഷേധത്തിനായി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഈ ഒരു പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള പങ്കാളിത്തം ഈ ഒരു പ്രതിഷേധത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐസ, ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഐസ പൂർണ്ണ പിന്തുണയാണ് പ്രതിഷേധത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ പോലീസ് അതീവ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ കാണുന്നത്. പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊപ്പം തന്നെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും 10 മടങ്ങായി വിന്യസിച്ചിട്ടുണ്ട് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമായി. കൂടാതെ റോഡുകളിലും അതിർത്തി മേഖലകളിലും സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി അഭിജിത്ത് എപ്പോൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും എന്നുള്ളതാണ്.
അദ്ദേഹത്തിന്റെ അഭിഭാഷകരും ഡൽഹി പോലീസ് അധികൃതരുമായി വിമാനത്താവളത്തിന്റെ 6-ാം നമ്പർ ഗേറ്റിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചർച്ച പൂർത്തിയാക്കിയാലുടൻ അഭിജിത്ത് പുറത്തേക്ക് വരും. അദ്ദേഹം പുറത്തേക്ക് വരുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഈ ബാരിക്കേഡുകൾക്കകത്ത് പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അർദ്ധസൈനിക വിഭാഗങ്ങളെ ബാരിക്കേഡിന് ഇരുവശവുമായി ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും അഭിജിത്ത് ദീപ്കെ പുറത്തേക്ക് വരും. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അഭിജിത്തിനെ പോലീസിന്റെ തന്നെ വാഹനത്തിൽ, പോലീസിന്റെ ഉത്തരവാദിത്വത്തിൽ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തിക്കാം എന്നാണ് പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിലപാട്. അതിനോട് CJP എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നിർണായകമാകും. കാരണം പോലീസിനോടൊപ്പം എത്തുമോ അല്ലെങ്കിൽ തങ്ങൾ തന്നെ നേരത്തെ ക്രമീകരിച്ച വാഹനങ്ങളിലായിരിക്കുമോ എത്തുക എന്നുള്ളത് നിർണായകമായിരിക്കും. ക്രമസമാധാന പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് തന്നെ വാഹനവും ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും അഭിജിത്ത് എപ്പോൾ പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഈ ഗേറ്റിന് തൊട്ടകത്തായി അഭിജിത്തും സംഘവും ഉണ്ട്. ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ പുറത്തേക്ക് അഭിജിത്ത് ദീപ്കെയും സംഘവും പുറത്തേക്ക് വരും. തുടർന്ന് നേരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലായിരിക്കും. അവിടെയാണ് എല്ലാവരോടും ഒത്തുചേരാൻ അഭിജിത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ ആഹ്വാനമനുസരിച്ച് ഒത്തുകൂടിയവരോടൊപ്പം അദ്ദേഹം പിന്നീട് ജന്തർ മന്ദിറിലേക്ക് നീങ്ങും. അത്തരത്തിലാണ് ഇന്നത്തെ ഒരു പ്രതിഷേധത്തിന്റെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഒരേ ഒരു ആവശ്യം ഉന്നയിച്ചാണ് ഇന്നത്തെ പ്രതിഷേധം. അത് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE ഉത്തരപേപ്പർ പ്രശ്നങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം എന്നും ഈ ഒരു ആവശ്യം ഉന്നയിച്ച് മാത്രമാണ് ഇന്നത്തെ പ്രതിഷേധം. അതിന് വലിയ പിന്തുണ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്ക് ഇടത് പാർട്ടികളുടെ, ഇടത് വിദ്യാർത്ഥി സംഘടനകളുടേതടക്കമുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് പതിവില്ലാത്ത രീതിയിൽ. തുടർന്ന് ഒപ്പം തന്നെ ഈ CJPക്ക് ലഭിച്ചത് 2.25 കോടിയിലേറെ വരുന്ന പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ. അതിൽ എത്ര പേർ തെരുവിൽ അവരോടൊപ്പം പ്രതിഷേധിക്കാനുണ്ടാകും എന്നുള്ളതും രാജ്യം ഉറ്റുനോക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ അത് ഒരു പുതിയ കാലത്ത് പുതിയ തലമുറയുടെ പുതിയ പ്രതിഷേധ രീതിക്കാണ് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിക്കുക. അത് എങ്ങനെയായിരിക്കും ആ ഒരു പ്രതിഷേധം എന്നുള്ളതും രാജ്യം ഉറ്റുനോക്കുകയാണ്. അത് നിലവിൽ രാജ്യത്തുള്ള മറ്റ് പാർട്ടികൾ ഉൾപ്പെടെ ഈ ഒരു പരിപാടിയുടെ സംഘാടനം എങ്ങനെയെന്ന് ഉറ്റുനോക്കുന്നുണ്ട്. കോൺഗ്രസ് ഒരു സംശയദൃഷ്ടിയോടെ, ഒരു ജാഗ്രതയോടെ ഇടപെടണം എന്ന നിർദ്ദേശം അണികൾക്ക് നൽകുമ്പോൾ ഇടത് പാർട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ പൂർണ്ണ പിന്തുണയല്ല, വിഷയാധിഷ്ഠിത പിന്തുണയാണ് ഇന്നത്തെ സമരത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ ഈ ഒരു സംഘാടനവും എത്രത്തോളം പേർ ഇതിൽ പങ്കെടുക്കുമെന്ന്, പുതിയ തലമുറയുടെ സമര രീതിയും അവരുടെ സമരശൈലിയും എങ്ങനെയായിരിക്കും എന്നറിയാൻ ആയി ഉറ്റുനോക്കുകയാണ്. സമരക്കാരോട് തീർത്തും സമാധാനപരമായി അവിടെ എത്തണമെന്നും വെള്ളം കുപ്പികൾ കയ്യിൽ കരുതണം, കൂടാതെ നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം, സൺസ്ക്രീൻ ഉപയോഗിക്കണം, കൂടാതെ ഒരു പുസ്തകവും ദേശീയ പതാകയും കയ്യിലേന്തണം തുടങ്ങിയ ആഹ്വാനങ്ങളാണ് അഭിജിത്ത് ദീപ്കെ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ തീർത്തും സമാധാനപരമായ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഈ സമരത്തിനെത്തുന്ന ആളുകൾ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യം ഉറ്റുനോക്കുകയാണ്. അഭിജിത്ത് ദീപ്കെ എപ്പോൾ, ഏത് നിമിഷവും ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. ചർച്ചകൾ ഇപ്പോഴും ഈ വിമാനത്താവളത്തിന്റെ 6-ാം ഗേറ്റിനകത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡൽഹി പോലീസിന്റെ വാഹനങ്ങൾ, അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസിന്റെ മൊബൈൽ കൺട്രോൾ ആൻഡ് കമാൻഡ് യൂണിറ്റ് ഉൾപ്പെടെ ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപൂർവമായി മാത്രമാണ് ഡൽഹി പോലീസ് വിമാനത്താവളത്തിൽ ബാരിക്കേഡുകൾ നിരത്താറുള്ളത്. ഡൽഹി എയർപോർട്ടിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. അദ്ദേഹം അവിടെ പോലീസുകാരുമായി ചർച്ചയിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.